ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സബ്ജക്റ്റ് ഹാക്കർമാർ ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, ഏതൊക്കെ വിധത്തിലാണ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ വിവരങ്ങളൊന്ന് മനസ്സിലാക്കാം. കൂട്ടുകാരെ, നമ്മുടെ മനസ്സിലുള്ള ഹാക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നില്ല, ഒരു കറുത്ത സ്ക്രീന്, കറുത്ത കോട്ട്, കറുത്ത തൊപ്പി, മാസ്ക്, ഇതൊക്കെ വെച്ച് ഒരു ഹാക്ക് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ഹാക്കർമാർ. എന്നാൽ ചെറിയ ഹാക്കർമാരുണ്ട്, വലിയ ഹാക്കർമാരും ഉണ്ട്, പല തരത്തിലുള്ള ഹാക്കർമാരും ഉണ്ട്. പിന്നെ നോളജ് കുറവുള്ള ഹാക്കർമാരുണ്ട്, നോളജ് കൂടിയുള്ള ഹാക്കർമാർ, പല തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഹാക്കർമാരെ. ശരിക്കും ഇങ്ങനെയാണ് ഹാക്കിംഗ് അല്ലേ? അല്ല. മേൽ പറഞ്ഞ ഒരു ബഹളങ്ങളില്ലാതെ, നമുക്കൊരു സൂചന പോലും തരാതെ നമ്മുടെ ഫോണിലെ സകല ഡാറ്റകൾ തത്സമയം ചോർത്താൻ കഴിയുന്നത് ഹാക്കർമാർ കഴിയും. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം. അതുവഴി എന്തൊക്കെ അപകടങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഫോൺ ഹാക്ക് ചെയ്തപ്പെട്ടോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതെങ്ങനെ ഒഴിവാക്കാം? ബഹുഭൂരിപക്ഷം സംഭവങ്ങളും നമ്മുടെ അശ്രദ്ധയാണ് ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നതിലേക്ക് നയിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ഹാക്കർമാരുണ്ട്. ഒന്ന്, വലിയ ടെക്നിക്കൽ അറിവുകളൊന്നും ഇല്ലാത്ത ഹാക്കർമാരും ടെക്നിക്കൽ അറിവുകളുള്ള ഹാക്കർമാരും ഉണ്ട്. നമ്മുടെ അയൽക്കാർ, സുഹൃത്തുക്കൾ, കാമുകി, കാമുകൻ, കുടുംബാംഗങ്ങൾ എന്തൊക്കെയാവാം, പലതരത്തിലുള്ള ഹാക്കർമാരുണ്ട്. ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ ഹാക്ക് ചെയ്യാൻ ചിലപ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് മതി സ്പൈ ആപ്ലിക്കേഷൻ ഇട്ട് നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. ഇത്തരം പ്രവർത്തനം കൊണ്ട് അപ്പം ഉള്ള ഫോൺ ഡാറ്റസ് ഫുള്ള് നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. ഇത്തരക്കാർക്ക് ഒരു പക്ഷേ ഒരു സ്പൈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ ഒരു അല്പസമയം കിട്ടുവാണെങ്കിൽ അറിയാൻ വിധത്തിൽ ഹൈഡ് ചെയ്തേക്കാൻ സാധിക്കും. ഫോണിൻ്റെ ലിസ്റ്റിൽ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഉള്ളതായി കാണിക്കുകയില്ല. രണ്ടാമത്തെ തരക്കാർ സാങ്കേതിക അറിവുകൾ കൂടുതലുള്ള പ്രൊഫഷണൽ ഹാക്കർമാരുണ്ട്. നിങ്ങളുടെ ഫോൺ അവരുടെ കൈ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ അലക്ഷ്യമായി ക്ലിക്ക് ചെയ്യുന്ന ഒരു ലിങ്ക്, ഫോട്ടോസ്, ഇതൊക്കെ മതി നമ്മുടെ ഫോൺ ഫുള്ളായിട്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കാൻ. നമുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഇമേജുകൾ, ലിങ്ക്, ചിലപ്പോൾ മറ്റുള്ള പല വഴിയിലൂടെയും നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ കയറി പറ്റിയാൽ തിരിച്ചിറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ വിവരങ്ങൾ നമ്മൾ പോലും അറിയാതെ അവർക്ക് സിമ്പിളായിട്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഹാക്കർമാരെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യാം. നമ്മുടെ ഫോൺ സ്പൈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ലോകത്തിൽ എവിടെ ഇരുന്നാലും നമ്മുടെ ഡാറ്റ ചോർത്തിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ക്യാമറ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കാം, ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ, അതിലൂടെ തത്സമയ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാം. ക്യാമറ മാത്രമല്ല, ഫോണിലെ എന്ത് ഫയലും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കോണ്ടാക്റ്റ്, കോൾ ലിസ്റ്റുകൾ, ഫോൺ പേ, ഗൂഗിൾ പേ, മെമ്മറി, വീഡിയോ, ഫോട്ടോസ്, സകലത് A to Z എല്ലാം നമ്മൾ ഗൂഗിൾ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു, ഫേസ്ബുക്ക്, വാട്സപ്പ് ഫുള്ള് ഹാക്ക് ചെയ്യാൻ, തത്സമയം ഹാക്ക് ചെയ്യാൻ സാധിക്കും. മേൽ പറഞ്ഞൊക്കെ ലൈവായി ചെയ്യുന്നതിന് ഫോണിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട്. എന്നാൽ ചില സ്പൈ ആപ്ലിക്കേഷനുകൾ കോഡുകൾ മെസ്സേജ് അയച്ച് ഫോണിൽ ഫോട്ടോ, വീഡിയോസ് അയച്ച് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ സ്പൈ സെറ്റ് ചെയ്ത കോഡ് ആ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കോഡ് പ്രകാരം ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ ഉപയോഗിച്ച് വീഡിയോയും ഫോട്ടോസും ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ചിലപ്പോൾ തോന്നിട്ടില്ലേ നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്? നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എങ്ങനെയും കണ്ടുപിടിക്കാം. അതിന് ചില വഴികളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര സ്പൈ ആപ്ലിക്കേഷൻ ഫോണിൽ ഹൈഡ് ചെയ്തിരിക്കാൻ സാധിക്കും. നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന്? അതിന് ചില വഴികളുണ്ട്. ആദ്യത്തെ വഴി, സ്പൈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തിക്കുന്നതിന് ഫോണിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ സെർവറിലേക്ക് അയക്കുന്നതിനും ബാറ്ററി കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അതിൽ ചെക്ക് ചെയ്തതിനായി സെറ്റിങ്സ് ബാറ്ററി എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ ബാറ്ററി യൂസേജ് ഓപ്പൺ ചെയ്യുക. അവിടെ ഓപ്പൺ ആവുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ഓപ്ഷൻ്റെ ഫുൾ ലിസ്റ്റ് കാണാൻ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്ന ഏത് ആപ്ലിക്കേഷൻ ആ ലിസ്റ്റ് പരിശോധിക്കാൻ സാധിക്കും. നമുക്ക് പരിചയമില്ലാത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കും. ഇത്തരം സ്പൈ ആപ്ലിക്കേഷൻ ഫോണിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ, ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോ ഫയൽ നമ്മുടെ നെറ്റ് ഉപയോഗിച്ച് ഹാക്കറിൻ്റെ സെർവറിലേക്ക് അയക്കുന്നത്. ഫോണിലെ നെറ്റ് ഓഫായിരിക്കുമ്പോൾ ശേഖരിക്കുന്ന വിവരങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും നെറ്റ് ഓൺ ചെയ്താൽ അയച്ചു തുടങ്ങും. സോ ഇതിൽ നെറ്റ് കൂടുതൽ ചിലവാകും. സെറ്റിങ്സ് ഡാറ്റ യൂസേജ് എന്ന് ക്ലിക്ക് ചെയ്താൽ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ കൂടുതൽ മൊബൈൽ ഡാറ്റ ഏതാണ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ലിസ്റ്റിൽ സംശയകരമായ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്തതായ ആപ്ലിക്കേഷൻ കണ്ടാൽ ഒരു പക്ഷേ ഒരു മനിഷ് ആപ്പായിരിക്കാം. മൂന്നാമത്തത്, ഫോണിൻ്റെ പൂർണ്ണ വിവരം ഹാക്കറിന് വേണമെങ്കിൽ
അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷൻ സ്പൈ എനേബിൾ ആയിരിക്കും. എങ്കിൽ മാത്രമേ സെർവർ വഴി ഡാറ്റകൾ ഇറേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പാസ്വേഡ് മാറ്റുവാനും മറ്റ് നിയന്ത്രണങ്ങൾക്ക് കഴിയും. നമ്മുടെ ഫോണിലെ അഡ്മിനിസ്ട്രേഷൻ ഏതൊക്കെ ആപ്ലിക്കേഷൻ എനേബിൾ ആണ് അറിയാൻ വേണ്ടി സെറ്റിങ്സിൽ അഡ്മിൻ എന്ന് സെർച്ച് ചെയ്യുക. ഇനി വരുന്ന ലിസ്റ്റിൽ ഡിവൈസ് അഡ്മിൻ എന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന വിൻഡോയിൽ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യുക. ഫോൺ അഡ്മിനിസ്ട്രേഷൻ ആപ്പുകളുടെ ലിസ്റ്റ് വരും. സാധാരണ ഗൂഗിൾ ഡിവൈസ്, പ്രൈം ഡിവൈസ്, അഡ്മിനിസ്ട്രേഷൻ ഡിവൈസ് ഒക്കെ ഉണ്ടാവുക. അതല്ലാതെ വേറൊരു അപരിചിത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ അറിവോട് കൂടി അല്ല ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീആക്ടിവേഷൻ ചെയ്യുക. ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണം. രോഗം വന്ന് ചികിത്സയെക്കാലം വേഗം രോഗം വരാതെ ചികിത്സിക്കുക അതല്ലയോ? ഫോൺ ഹാക്ക് ചെയ്തിട്ടോ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഹാക്കാതെ നോക്കുക എന്നതല്ലയോ? എന്തൊക്കെ കാര്യം നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. 1. ഒരു കാരണവശാലും ലിങ്ക് വഴി കിട്ടുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യരുത്. പരമാവധി പ്ലേ സ്റ്റോറിൽ നിന്നോ അതായത് ഫോണിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളോ പരിചയക്കാരോ അയച്ചു തരുന്ന ലിങ്കുകളിൽ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകളും കഴിവതും ഓപ്പൺ ചെയ്യാതിരിക്കുക. സുരക്ഷിതമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഓപ്പൺ ചെയ്യാവുള്ളൂ. ഒറ്റ ക്ലിക്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പെയ്ഡ് ആപ്ലിക്കേഷൻ്റെ ക്രാക്ക് ആപ്ലിക്കേഷൻ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഫോൺ എപ്പോഴും നമ്പർ ലോക്ക്, ഫിംഗർ ലോക്ക് ഇട്ട് സൂക്ഷിക്കുക. സോഷ്യൽ മീഡിയ ആപ്പുകളും പേയ്മെൻറ്റ് ആപ്പുകളും സെറ്റിങ്സ് എല്ലാം ഓപ്പൺ ചെയ്യുന്നതിന് പാസ്വേഡ് ഉപയോഗിക്കുക. കഴിവതും മറ്റൊരാൾക്ക് അസാന്നിധ്യത്തിൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക. അത് എത്ര വലിയ സുഹൃത്തായാലും നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കേണ്ടത് നിങ്ങളാണ്. അതിലെപ്പോഴും ശ്രദ്ധയുണ്ടാവണം. കാരണം കേവലം 1-2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫുൾ ഫോൺ ഡാറ്റാസ് ഫുൾ ഹാക്ക് ചെയ്യാൻ സാധിക്കും. നിലവിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ പെർമിഷനുകൾ എല്ലാം നോക്കാം. അതിൽ ആപ്ലിക്കേഷൻ ഉപയോഗത്തിൽ ആവശ്യമില്ലാത്ത പെർമിഷനുകൾ ഓഫ് ചെയ്യുക. പബ്ലിക് വൈഫൈ ഒരു ഹാക്കർക്ക് സിമ്പിളായിട്ട് നമ്മുടെ സ്വകാര്യ ഫയലുകളെല്ലാം ഹാക്കർമാർക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ കോളുകൾ, മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഫോൺ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ഡേറ്റകൾ ഇറേസ് ചെയ്ത ശേഷം കൊടുക്കുവാൻ അവർക്ക് ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മുഖാന്തരം ചിലപ്പോൾ നമ്മുടെ ഡാറ്റകൾ ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളായിരിക്കും അവർക്ക് ട്രാപ്പിൽപ്പെടുത്താൻ സാധിക്കും. ചിലപ്പോൾ ഒരു സ്പൈ ആപ്ലിക്കേഷൻ ട്രാപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സ്വകാര്യതയുള്ള ഫോട്ടോസ്, വീഡിയോസ്, മറ്റ് ഒരു റെക്കോർഡിങ് ഫോണിൽ എടുക്കാതിരിക്കുക. ഒരിക്കൽ റെക്കോർഡ് ചെയ്താൽ ഒരിക്കലും ഡിലീറ്റ് ചെയ്താൽ റിക്കവർ ചെയ്യാൻ സിമ്പിളായിട്ട് സാധിക്കും. 2020 അപേക്ഷിച്ച് 2025 ഇരട്ടിയിലധികം വർധനകൾ സൈബർ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു നിമിഷവും നമ്മുടെ ഫോൺ നമ്മൾ പോലും ഇരയാവാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും സൈബർ ആക്രമണ വിധേയമായാൽ എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുക. പിന്നെ ഞാൻ ഒന്നും കൂടെ പറയാണ്, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ ചികിത്സിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഹാക്കർമാർ നമുക്ക് ചുറ്റുമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അശ്രദ്ധ കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേ, ഫോൺ പേ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഡാറ്റസ് എല്ലാം ഒരുപക്ഷെ ഹാക്കർമാരുടെ കയ്യിലായിരിക്കാം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഡേറ്റാസ് ചോർത്തുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. കാണുന്ന അനാവശ്യ ആപ്ലിക്കേഷനും ഫോട്ടോസും ലിങ്കുകളും ഡൗൺലോഡ് ചെയ്ത് ചെയ്യാതിരിക്കാനും ശ്രമിക്കുക. ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ചിന്ന ബ്രേക്ക്.